കാർണവർ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകും. ഷെറിനെ മോചിപ്പിക്കണമെന്ന മന്ത്രിസഭാ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. ഷെറിനെ മോചിപ്പിക്കണമെന്ന ശുപാർശ ഗവർണർ മുമ്പ് തിരിച്ചയച്ചിരുന്നു. മോചന ഉത്തരവ് വരുമ്പോൾ ഷെറിൻ പരോളിൽ തന്നെയാണ്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്, മരൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചേരുന്നു. ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഈ പറഞ്ഞതുപോലെ വലിയ വിവാദമുണ്ടായിരുന്നു ഈ പറഞ്ഞ ഈ മന്ത്രിസഭായോഗ തീരുമാനവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ആ വിവാദങ്ങൾക്കൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വിവാദങ്ങൾ കൂട്ടിയുറപ്പിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഷെറിൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, 14 വർഷത്തെ ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിൻ ഇതിനോടകം തന്നെ 365 ദിവസം, ഏകദേശം 1.5 വർഷത്തോളം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും പരോളിൽ തന്നെയാണ്. ഇതിനെ രാഷ്ട്രീയമായ വലിയ വിവാദത്തിന് സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈൽ, ജനുവരി 28-ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് ഷെറിനടക്കം 11 പേർക്ക് ജീവപര്യന്തം തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ശുപാർശ ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചത്. ഗവർണർക്ക് ഈ പട്ടിക അയച്ചത് തന്നെ മാസങ്ങൾ വൈകിയാണ്. കാരണം മന്ത്രിസഭാ തീരുമാനം വലിയ വിവാദങ്ങളുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം ഗവർണർക്ക് അയക്കുന്ന നടപടി വൈകിച്ചത്. എന്നാൽ ഗവർണർക്ക് ഈ പട്ടിക ചെന്നപ്പോൾ ഗവർണർ ചൂണ്ടിക്കാണിച്ച കാര്യം, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അദ്ദേഹം ആരാഞ്ഞു. കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലം എന്താണ്, എന്തായിരുന്നു അവർ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്നീ കാര്യങ്ങളുടെ വിശദമായ പെർഫോമ ഇതുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത്തരമൊരു പെർഫോമ സർക്കാരിൽ നിന്ന് വന്ന ശേഷമാണ് ഇപ്പോൾ ഇന്നലെ ഷെറിൻ കാരണവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുത്തത്. സ്ത്രീ, കുടുംബിനി എന്നീ പരിഗണനകൾ വെച്ചാണ്, മാനുഷികമായ പരിഗണനകൾ കണക്കിലെടുത്താണ് മോചനത്തിനുള്ള ശുപാർശ അംഗീകരിക്കുന്നതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സർക്കാർ ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങുന്നതോടെ ഷെറിന് ജയിൽ മോചിതയാകാൻ കഴിയും. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര കാർണവർ കൊല്ലപ്പെടുന്നത്. ഷെറിൻ്റെ ഭർത്തൃപിതാവായിരുന്നു ഭാസ്കര കാർണവർ. ഷെറിൻ്റെ പുരുഷ സുഹൃത്തുക്കളായ ബാസിദ് അലി അടക്കമുള്ള കൂട്ടാളികളുമായി ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഷെറിൻ ആ കേസിലെ മുഖ്യപ്രതിയായിരുന്നു. മാവേലിക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഷെറിനടക്കമുള്ള 4 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. അങ്ങനെ വിവിധ ജയിലുകളിലായി ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് വരുമ്പോൾ 14 കൊല്ലത്തിലേക്ക് എത്തുമ്പോഴാണ് ഷെറിന് മോചനം നൽകാൻ സർക്കാർ ശുപാർശ നൽകുന്നത്. സുജിത്ത്, ഈ പറഞ്ഞതുപോലെ നല്ല നടപ്പടക്കമുള്ള പെർഫോമൊക്കെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ജയിൽ മോചിതയാക്കുന്നതും ഈ സംബന്ധിച്ച പരോളുമൊക്കെ. പക്ഷേ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു സഹതടവുകാരിയെ മർദ്ദിച്ച കേസിൽ ഇത്തരത്തിൽ ഷെറിന് വീണ്ടും കേസെടുത്തിരുന്നു. ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനമാകില്ലേ? അപ്പോൾ ഈ വിധി ഇതെങ്ങനെ വരുന്നു? സുഹൈൽ, സാധാരണ ശിക്ഷാ ഇളവ് നൽകുമ്പോൾ അവരുടെ ജയിലിലെ സ്വഭാവം, അവരുടെ മറ്റ് രീതികളൊക്കെ കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. എന്നാൽ ഷെറിൻ്റെ ഇക്കാര്യത്തിൽ വേണ്ടത്ര പരിശോധന നടന്നോ എന്ന കാര്യം സംശയമാണ്. ജയിലിലെ ഷെറിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിരവധി പരാതികളുണ്ടായിരുന്നു. നേരത്തെ സുഹൈൽ ചൂണ്ടിക്കാണിച്ച പോലെ ഈ മോചന ശുപാർശ മന്ത്രിസഭ കൈക്കൊണ്ടതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൂർ വനിതാ ജയിലിലെ ഒരു സഹതടവുകാരിയെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു പരാതി ഷെറിനെതിരെ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഷെറിനെതിരെയുണ്ട്. ഇതോടൊപ്പം തന്നെ അനധികൃതമായി പരോൾ നേടി എന്നുള്ള വിവരമുണ്ട്. മൊത്തം ഏതാണ്ട് 450ഓളം ദിവസമാണ് ഷെറിൻ ജയിലിന് പുറത്ത് കഴിഞ്ഞത്. ഏതാണ്ട് 1.5 വർഷത്തോളം ജയിലിന് പുറത്തായിരുന്നു ഈ നീണ്ട ജീവപര്യന്ത കാലയളവിൽ. അപ്പോൾ അനധികൃതമായി പരോളടക്കം സമ്പാദിക്കുന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഷെറിനുണ്ടായിരുന്നു. ഷെറിന് പ്രത്യേക പരിഗണന ജയിൽ ലഭിക്കുന്നു. അടിക്കടിയുള്ള ജയിൽ മാറ്റത്തിനും മറ്റും കാരണം ഷെറിൻ്റെ താല്പര്യപ്രകാരമാണെന്ന ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ജയിൽ തടവുകാരിൽ പോലും തുല്യതയില്ല. അർഹിക്കുന്നവർ അകത്ത് കിടക്കുമ്പോൾ ചിലർ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്ന വിവാദം കൂടി കനക്കുന്നു.